ഇന്ന് രാവിലെ ഒരു ചോദ്യം ചിഹ്നമാണ് നമ്മുടെ ജീവിതത്തോട് നമ്മൾ ചിന്തിച്ചു നോക്കി. ഒത്തിരി നമ്മൾ വല എറിഞ്ഞു നോക്കി, ഒത്തിരി പ്രയത്നിച്ചു നോക്കി, ഒന്നും നമുക്ക് ലഭിച്ചില്ല. എല്ലാം പരാജയം കൊണ്ട് അവസാനിച്ചപ്പോൾ ഇന്ന് രാവിലെ കർത്താവ് പറയുക, നിന്റെ പ്രയത്നങ്ങളെല്ലാം അവസാനിക്കുക, നിന്റെ ബുദ്ധി കൊണ്ട് പ്രവർത്തിച്ചത് അവസാനിപ്പിക്കുക. ഇന്ന് രാവിലെ കർത്താവ് പറയാണ്, കർത്താവിൻ്റെ ഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്ക്. ഇത് പത്രോസിനോട് കർത്താവ് മുഖാമുഖം സംസാരിക്കുക. ഇത് സംസാരം മാത്രമല്ല, ഒരു അനുഗ്രഹീതനാകുന്ന ശിഷ്യനെ കർത്താവ് വാർത്തെടുക്കാൻ പോകുക. ഇന്ന് രാവിലെ ദൈവം പറയുക, ദൈവത്തിന്റെ കൂടെ നടക്കുമ്പോൾ ആമൻ സമൃദ്ധി മാത്രമല്ല, നിന്നെ അനുഗ്രഹീതനാകുന്ന ഒരു ശുശ്രൂഷകനായി ദൈവം വാർത്തെടുക്കും. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്തെന്നറിയാമോ? കർത്താവിന്റെ കൂടെ നടക്കണമെന്ന്. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്തെന്നറിയാമോ? കർത്താവിന്റെ ഹിതമെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റണമെന്ന്. ഇന്ന് രാവിലെ എന്നെക്കുറിച്ച് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ഹിതമെല്ലാം നിറവേറ്റുന്നവരായി തീരണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പടകന്റെ മറുതലകത്തിരുന്ന വിശ്വസനീയമായ ഒരു കാര്യം സംഭവിച്ചു. വല വലിച്ചു കയറ്റാൻ പറ്റുന്നില്ല. സഹായത്തിന് കരയ്ക്ക് നിന്ന യൗവനക്കാരെ വിളിച്ചു. അവർ മറ്റു ചെറുപടകുമായി പത്രോസിൻ്റെ അടുത്ത് വന്ന് വല വലിച്ചു കയറ്റുവാൻ സഹായിച്ചു. ആമൻ, ഇതെന്തൊരു പ്രതിവാസമാണ്. രാത്രി മുഴുവനും ആമൻ സ്തോത്രം ഉറക്കമില്ലാതെ മത്സ്യബന്ധനം നടത്തിയിട്ടും സിംഗിൾ ഫിഷ്, ഒരു മീൻ പോലും കിട്ടാത്തതിൻ്റെ മധ്യത്തിൽ ആമൻ പടകിൻ്റെ മറുകലത്തിരുന്നു കൊണ്ട് വല വീശുവാൻ പറഞ്ഞപ്പോൾ പടകിനെ നിറച്ചൊരു ദൈവം. ഇന്ന് രാവിലെ ആരുടെ ദൈവം പറയുക, ദൈവത്തിൻ്റെ കൂടെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാ, സമൃദ്ധിയുണ്ട്. ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നവർക്ക് അനുഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നവർക്ക് ദൈവം അഭിഷേകം കൊടുക്കും. ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നവർ ദൈവം മറക്കത്തില്ല. ദൈവത്തിന്റെ കൂടെ ഹാനോക്ക് നടന്നതുകൊണ്ട് മരണം കൂടാതെ എടുക്കപ്പെട്ട് അബ്രഹാം ദൈവത്തിന്റെ കൂടെ നടന്നതുകൊണ്ട് വിശ്വാസികളുടെ പിതാവായി മാറി. അവൻ ഏലിയാവ് ദൈവത്തിന്റെ കൂടെ നടന്നതുകൊണ്ട് അഗ്നിരഥത്തിലും ചുഴലിക്കാറ്റിലും ഏലിയാവ് എടുക്കപ്പെട്ടു. സ്വോത്രം 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 ഓ സ്വോത്രം. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ദൈവം ഉണ്ടോ? നമ്മുടെ പ്രയത്നത്തിൽ ദൈവമുണ്ടോ? നമ്മുടെ പാട്ടിൽ ദൈവമുണ്ടോ? നമ്മുടെ പ്രസംഗത്തിൽ ദൈവമുണ്ടോ? കുടുംബ പ്രാർത്ഥന ദൈവമുണ്ടോ? ദൈവത്തെ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, ദൈവം നമ്മുടെ കൂടെ ഇല്ലാത്തതിൻ്റെ അനുഭവമാണ്. രാത്രി പത്രോസ് പറഞ്ഞ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും ലഭിച്ചില്ല. അതാ പ്രിയപ്പെട്ട, ദൈവം ഇല്ലെങ്കിൽ ഒന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കത്തില്ല. പക്ഷെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടായി. പൗലോസ് പറയും, ദൈവം നിങ്ങൾക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി തന്നെ കൂടിയാവരിക്കും. ദൈവത്തിൻ്റെ കൂടെ നടന്ന ഹാനോക്ക് മരണം കൂടെ ആതെടുക്കപ്പെട്ടെങ്കിൽ ഇന്ന് രാവിലെ എത്ര ദൈവമക്കൾ ആഗ്രഹിക്കും, കർത്താവ് ഈ തലമുറയിൽ ദൈവത്തിൻ്റെ കൂടെ നടക്കുവാനുള്ളൊരു കൃപ, ദൈവത്തിൻ്റെ കൂടെ ചേർന്നിരിപ്പാനുള്ളൊരു കൃപ, ദൈവത്തിൻ്റെ സന്നിധിയിൽ മുഴക്കാലിൽ ആരാധിപ്പാനുള്ളൊരു കൃപ, അഭിഷേകത്തിൽ നിറയുവാനുള്ളൊരു കൃപ എന്റെ മേൽ കർത്താവ് കൈമാറണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാവിലെ ദൈവത്തിന് ആരാധന കൊടുക്കുന്നത്? യേശു ആഗ്രഹിക്കുക പത്രോസിനെ യേശുവിൻ്റെ കൂടെ നിർത്താൻ. ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ തന്നെ ദൈവത്തിന് 3 കാര്യം മനസ്സിലായി. അവൻ വിശ്വാസമുണ്ട്, താഴ്മയുണ്ട്, അനുസരണമുണ്ട്. ചിലർ പറച്ചില്ല, ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ചിലർ പറയാനല്ലേ, ആദ്യത്തെ കൂടിക്കാഴ്ച തന്നെ നിങ്ങളെ ഞാൻ സെലക്ട് ചെയ്തു, ഇനി ഒരു ഇൻ്റർവ്യൂ ഒന്നും വേണമെന്നില്ല. കാരണം നിങ്ങളുടെ ആ സംസാര ശൈലിയും നിങ്ങൾ ഇടപഴകുന്നതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ നിങ്ങളുടെ കമ്പനിയിൽ ഞങ്ങളെ എടുക്കാൻ പോവാം. ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ തന്നെ ആദ്യത്തെ കൂടിക്കാഴ്ച തന്നെ ഇവിടെ വല നിറഞ്ഞതും വടകൻ്റെ അകത്ത് പിടിച്ച് കയറ്റിയത് പോലെ ഇവിടുത്തെ മെസ്സേജ്. ഈ ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ തന്നെ ഷീമോനെ യേശുവിൻ്റെ കൂടെ നടത്താൻ ശിഷ്യനാക്കാൻ പോകും ദൈവം. ഇതൊരു ഹോംവർക്കായിരുന്നു, ഒരു അസൈൻമെൻ്റ് ആയിരുന്നു. ഇതിൽ ഷീമോൻ ജയിച്ചത് കൊണ്ട് കർത്താവ് ഹൃദയത്തിൽ നിശ്ചയിച്ചു, എൻ്റെ ആന്തരിക ബിന്ദുവായി നിൽക്കുന്നതാ.
ഇതെൻ്റെ ശിഷ്യനാ, ഞാൻ പറഞ്ഞാൽ കേൾക്കും, ഞാൻ പറഞ്ഞാൽ അനുസരിക്കുന്ന എൻ്റെ ശിഷ്യനായി നിൽക്കുന്നതെന്ന് ദൈവം അവിടെ നിശ്ചയിച്ചു. യാക്കോബും യോഹന്നാനും സെബെദെയ പുത്രന്മാരും ഇവരെല്ലാവരും കൂടെ പടകിൻ്റെ അകത്ത് മറുകരത്തിരുന്ന ദൈവ കരയുക. ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് ആരാ? മനുഷ്യരല്ല, പാപത്തിൻ്റെ വിമോചകനായ ദൈവമാണ് ഞങ്ങളുടെ പടകന്റെ മറുകരത്തിൽ നിൽക്കുന്നത്. 6-7 വായിച്ചട്ടെ. 6-7. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു വല കീറാറായി. അവർ മറ്റേ പടകിലുള്ളവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് 2 മുങ്ങുമാറകോളം നിറച്ചു. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു. സ്വതന്ത്രം പറഞ്ഞേ. യാക്കോബിനും യോഹന്നാനും സെബെദെയ പുത്രന്മാർക്കും പരിഭ്രമവും ആശ്ചര്യം ഉണ്ടായപ്പോൾ ശീമോന് പരിഭ്രമവും ആശ്ചര്യമല്ല ഉണ്ടായത്, യേശുവിൻ്റെ കാൽക്കൽ വീണു. സമൃദ്ധി കണ്ടാൽ മാനസാന്തരം വരുമോ? നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? കണ്ണടച്ചിരിക്കുന്നുണ്ടോ, ഉറങ്ങുവാണോ, കേൾക്കുവാണോ ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. കണ്ണ് തുറന്നിരിക്കാമോ? കണ്ണ് തുറന്നിട്ട് അല്ലേലോ പറഞ്ഞേ. സമൃദ്ധി വന്നു കഴിഞ്ഞാൽ മാനസാന്തരമാണോ ഉണ്ടാകുന്നത്? സന്തോഷമാണോ? അത് സന്തോഷത്തോടു കൂടെയുള്ള മാനസാന്തരം ഉണ്ടാകുന്നത്. നമുക്കൊത്തിരി അനുഗ്രഹം, വല പിടിച്ച് നിറഞ്ഞ് വല കീറുമാറായി. ഇനിയിപ്പോൾ 2 മാസം ജീവിക്കാനുള്ള ഇൻകം ഇതിൽ നിന്ന് തന്നെ ലഭിക്കും. ഇതിൽ നിന്ന് മാനസാന്തരമാണോ ഉണ്ടാകുന്നത്? സന്തോഷമാണോ ഉണ്ടാകുന്നത്? അനുകമ്പയുള്ള ശീമോനെ സംബന്ധിച്ചിടത്തോളം മാനസാന്തരം ഉണ്ടായത്. മറ്റവരെല്ലാം ഭ്രമിച്ചു പോയി. പക്ഷെ ഇവിടെ മാനസാന്തരം വന്നു. ഉടനെ തൻ്റെ ജീവിതത്തിൽ തന്നെ ഇന്നലകളിൽ ചെയ്ത പാപത്തെക്കുറിച്ച് ഓർത്തു. ഒത്തിരി തെറ്റ് ചെയ്തിട്ടുണ്ട്, ദൈവത്തിന് ഹിതമല്ലാത്ത പല കാര്യങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട് ശീമോന്. അതാണ് ശീമോൻ യേശുക്രിസ്തുവിൻ്റെ കാലേ വീണ് ക്ഷമ ചോദിക്കുക. ദൈവമേ, നീ എന്നോട് ക്ഷമിക്കണം. മാനസാന്തരം വന്നാൽ ദൈവസന്നിധി നമുക്ക് നിവർന്നു നിൽക്കത്തില്ല. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ മുഴങ്കാലിൽ വീട് പ്രാർത്ഥിപ്പാനാണ് തോന്നുന്നേ. കരയുന്നുണ്ടോ? മാനസാന്തരം വന്നു തുടങ്ങി. സ്വന്തം നീതി ചെയ്യും, ഞാൻ എന്തൊരു തെറ്റ് ചെയ്താലും എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തോ ഇല്ലെന്നറിയാം, അനുകമ്പയില്ല. എൻ്റെ ജീവിതത്തിലൊരു തെറ്റ് പറ്റിപ്പോയി, ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാനത് കൈമാറാൻ പാടില്ലായിരുന്നു, ഞാൻ അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്നൊരു തോന്നൽ അകത്ത് വന്നു തുടങ്ങുന്നുണ്ടെങ്കിൽ ഓർത്തോ, സ്തോത്രം, എൻ്റെ അകത്ത് മാനസാന്തരം വന്നു തുടങ്ങി. അതാണ് മാനസാന്തര സ്ഥാനം. യോഹന്നാൻ മാനസാന്തര സ്ഥാനത്തെക്കുറിച്ച് മരുഭൂമിയിൽ പഠിപ്പിച്ചു. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ ഏറിയ നാൾ കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് കൊണ്ട് നിങ്ങളെ സ്ഥാനപ്പെടുത്തും. കഴിഞ്ഞ ആഴ്ച നമ്മൾ അപ്പോസ്തല പ്രവൃത്തി ചിന്തിച്ച് ഇപ്രകാരം പറഞ്ഞു, മാനസാന്തരം ഉണ്ടാകുമ്പോൾ നമ്മൾക്കുള്ളതെല്ലാം സകലതും ചപ്പെന്നും ചവറെന്നും പറഞ്ഞു എണ്ണും. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ യെരുശലേമിൽ താമസിക്കുന്ന പല രാജ്യക്കാരും അവരുടെ സ്വത്തുവകകളെല്ലാം സകലതും പൊതുമുതലെന്ന് എണ്ണി അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു. എന്നിട്ട് ചോദിച്ചു, ഞങ്ങൾ രക്ഷ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? അത് മാനസാന്തരമാണോ? നിങ്ങളെൻ്റെ കൂടില്ല. നമുക്കുള്ള ഒരു സാധനമേ നമ്മളൊരാൾക്ക് കൊടുക്കാൻ നമുക്ക് തോന്നുക, അത് വേറെ. ദൈവനാമത്തിന് വേണ്ടി കൊടുക്കാൻ തോന്നുക, അത് മാനസാന്തരമാണോ? നിങ്ങളെൻ്റെ കൂടെ ഒന്നും മിണ്ടുന്നില്ല. സ്തോത്രം പറഞ്ഞേ. ഇപ്പം നിങ്ങളൊരു പുതിയ കാറെടുത്ത് ഒരു വാഹനം എടുത്തു, നിങ്ങളൊരു ദൈവമക്കളെ അതിനകത്ത് കൊണ്ടുപോകത്തുമില്ല, ചർച്ചിൻ്റെ അല്ലെ ദൈവ ആത്മീയ കാര്യത്തിലൊന്നും എന്ത് ചെയ്യത്തില്ല, ഉപയോഗിക്കുന്നില്ല. പക്ഷെ മാനസാന്തരം വന്നു കഴിഞ്ഞ ശേഷം പറയാം, നിങ്ങൾ എത്ര വേണേലും ആരാധനയ്ക്ക് ആളെ കൊണ്ടുപോയിക്കോ, പ്രാർത്ഥനകൾക്ക് കൊണ്ടുപോയിക്കോ. അത് ഇപ്പം സഭയ്ക്ക് വിട്ടുകൊടുത്തു. മാനസാന്തരം പെടുന്നതിന് മുമ്പേ സ്വന്തമായിരുന്നു, എൻ്റെ സ്വന്തം വാഹനത്തിൽ മാത്രം ഞാൻ മാത്രമേ കയറത്തുള്ളൂ, എൻ്റെ വണ്ടിയാണ്, ഞാൻ പൈസ കൊടുത്ത് മേടിച്ചതാ, എൻ്റെതാ, ഞാനാ ഈ CC അടയ്ക്കുന്നത്. പക്ഷെ ശരിയായി മാനസാന്തരം വന്നപ്പോൾ ആ വാഹനം എന്ത് വെച്ചു, വിട്ടുകൊടുത്തു. സ്തോത്രം പറഞ്ഞേ. നമുക്കറിയാം 4ഉം 5ഉം വാഹനമുള്ളവർ ഗ്യാരേജിൽ പൂട്ടിയിട്ടാൽ പോലും
വിശ്വാസികൾക്കോ പാസ്റ്റർമാർക്കോ കൊടുക്കാത്ത എത്രയോ വീടുകൾ എനിക്കറിയാം. അതൊക്കെ യഥാർത്ഥ മാനസാന്തരം അനുകമ്പയാണോന്ന് എനിക്കറിയത്തില്ല. കാരണം ഇതെല്ലാം പൗലോസ് 3 കപ്പലും തൻ്റെ പൗരത്വം എല്ലാം ചപ്പെന്നും ചവറെന്നും പറഞ്ഞ് എണ്ണി സകലതും കർത്താവിന് വേണ്ടി കൊടുത്തു. നിങ്ങളുടെ ജീവിതം കർത്താവിന് വേണ്ടി കൊടുക്കാമോ? ധന്യമായി തീരും. മടിപ്പുണ്ടാകത്തില്ല. ജീവിതം കർത്താവിന് വേണ്ടി കൊടുക്കാമോ? അപ്പം നിങ്ങൾക്ക് പാട്ട് പാടുന്ന ശുശ്രൂഷയാണ് കർത്താവ് തന്നത്. ആ ശുശ്രൂഷ കർത്താവിന് വേണ്ടി കൊടുക്കാമോ? രാത്രി തോളും ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കാനല്ല, രാത്രി മുഴുവനും മെസ്സേജ് നോക്കിക്കൊണ്ടിരിക്കാനല്ല. ജീവിതം യേശുവിന് വേണ്ടി പത്രോസ് സമർപ്പിച്ചതുപോലെ ഇന്നൊരു തീരുമാനമെടുക്കുക. പ്രിയപ്പെട്ട, വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുക, യേശു ക്രിസ്തുവിന് വേണ്ടി ആരെല്ലാം ജീവിതം കൊടുത്തിട്ടുണ്ടോ അവരുടെ ഒന്നും ജീവിതം കുപ്പക്കുന്നായിട്ടില്ല, അവരുടെ ഒന്നും ജീവിതം തകർന്നു പോയിട്ടില്ല. ക്രിസ്തുവിൽ മാനിക്കപ്പെട്ടതേ ഉള്ളൂ. ഇന്ന് രാവിലെ ആരോ കർത്താവ് വിളിക്കുക, നിന്റെ ജീവിതം, നിന്റെ ആയുസ്, നിന്റെ ആരോഗ്യം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിക്ക. യാക്കോബിനോ യോഹന്നാനോ സബൂദിയ പുത്രന്മാരും ഭ്രമിച്ചു നിൽക്കുമ്പോൾ അവൻ യേശു ക്രിസ്തു പിന്നെ കാലിൽ വീണ പത്രോസ് അടുത്ത് പറഞ്ഞത്, ഞാൻ പാവിയായ മനുഷ്യനാണ്, എന്നെ വിട്ടു പോണം, എനിക്ക് യോഗ്യതയില്ല. അങ്ങ് എൻ്റെ പടകിരിക്കാനും അങ്ങയുടെ കൂടെ സമയം ചെലവഴിക്കുവാൻ എനിക്ക് യോഗ്യതയില്ല. അങ്ങിപ്പോൾ നിൽക്കുന്ന സ്ഥലം റൈറ്റ് സ്ഥലമല്ല. അങ്ങിപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ എൻ്റെ വ്യക്തിപരമായ ജീവിതം കർത്താവിന് അറിയത്തില്ല. വളരെ മോശമാണ്, വളരെ മോശപ്പെട്ട ഒരാളാണ് ഞാൻ. അതാ ശിവൻ പറഞ്ഞത്, ഞാൻ പാവിയായ മനുഷ്യൻ എൻ്റെ കൂടെ ഇരിക്കണ്ട. യേശു പറഞ്ഞിട്ട് അത് ഈ 5-ാം അധ്യായത്തിൽ തന്നെ യേശു പറയുന്നുണ്ട്, വൈദ്യന് രോഗിയെ കൊണ്ട് ആവശ്യമുണ്ട്. ചുങ്കക്കാരുടെയും പാവികളുടെ കൂടെ യേശു ആഹാരം കഴിച്ചപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, നിങ്ങളുടെ കർത്താവ് എന്തിനാ ചുങ്കക്കാരുടെയും വഴി അമ്പലത്തിലൊക്കെ പോയിരുന്ന ആഹാരം കഴിക്കുന്നേ? യേശു പറഞ്ഞു, രോഗിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ട്. മർമ്മം പിടികിട്ടിയോ? രണ്ടാമത് പരീക്ഷന്മാർ യേശുവോട് ചോദിച്ചത്, പരീക്ഷന്മാർ ശാസ്ത്രിമാർ ഉപവസിക്കുന്നുണ്ട്, നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ലല്ലോ, എന്താ ഉപവാസം എടുക്കാത്ത, എന്താ പ്രാർത്ഥിക്കാത്ത? യേശു പറഞ്ഞത് എന്താ, മണവാളൻ കൂടെ ഉള്ളപ്പം തോഴിമാരെന്തിനാ ഉപവസിക്കുന്നത്? ഞാനിപ്പോൾ അവരുടെ കൂടെ ഉണ്ട്, അവരെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ അവരുടെ കൂടെ നിൽക്കുന്നേ. വൈദ്യന് രോഗിയെ കൊണ്ട് ആവശ്യമുണ്ട്. പത്രോസ്, ഞാൻ പാവിയായ മനുഷ്യനാ, എന്നെ വിട്ടു പോകണമെന്ന് പറഞ്ഞിട്ടും യേശു പോകുന്നില്ല. കർത്താവിന് അങ്ങനൊരു സ്വഭാവം കൂടെ ഉണ്ട്, നമ്മൾ വിട്ട് കളഞ്ഞാലും കളയത്തില്ല. മനസ്സിലായി? അയ്യോ, ഇത് ചോദിക്കേ, അങ്ങനെ ഉണ്ടെന്ന് നമ്മുടെയൊക്കെ പ്രവൃത്തി വെച്ചോണം എന്നേ നമ്മളെ കർത്താവ് കല്ലെറിഞ്ഞ് ഓടിക്കേണ്ട സമയം കഴിഞ്ഞു. ക്രൈസ്റ്റ് നേച്ചറാണ്, സ്വഭാവമാർജന സിസ്റ്ററെ. നമ്മൾ എത്ര മിസ്റ്റേക്ക് ചെയ്താൽ ദൈവം നമ്മുടെ കൂടെ നടക്കും. ഇത് കർത്താവിൻ്റെ ഒരു സ്വഭാവമാണ്. അതാണ് കാണാതെ പോയ ആടിനെ കുറിച്ച് കർത്താവ് പറഞ്ഞപ്പോൾ, വഴിയരികിൽ കാണാതെ പോയ ആടിനെ കണ്ടുകിട്ടും വരെയും നല്ല ഇടയൻ മരുഭൂമിയിൽ അന്വേഷിച്ച് ആടിനെ കണ്ടുകിട്ടി തോളത്തെടുത്ത് സന്തോഷിച്ച് തുള്ളിച്ചാടി തിരിച്ച് ഭവനത്തിൽ വന്നുള്ള ചരിത്രം പറയുന്നത്. അപ്പോൾ ഈ ഇടയൻ്റെ ഒരു പ്രത്യേകതയാണ്, നമ്മൾ തെറ്റ് ചെയ്ത ആൾ നമ്മുടെ ജീവിതത്തിൽ പിഴവ് വന്നാലും അമ്മ നമ്മളെ തെള്ളിക്കളയത്തില്ല കേട്ടോ, നമ്മളെ ഉപേക്ഷിക്കത്തില്ല, നമ്മളെ മറക്കത്തില്ല, അമ്മയെ നമ്മളെ കൈവിടത്തില്ല, നമ്മുടെ കൂടെ നിൽക്കും. ആരെല്ലാം മാറിക്കളഞ്ഞാലും കൈവിട്ടാലും നമ്മളെ തള്ളിക്കളയുന്നൊരു സ്വഭാവം കർത്താവിനില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെങ്കിലും ചിന്തിക്കരുത്, എൻ്റെ കഴിവോ എൻ്റെ വിദ്യാഭ്യാസം കൊണ്ടോ ഞാൻ പഠിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ കുറെ മണ്ടത്തരങ്ങൾ കൊണ്ടാണെന്ന്. അങ്ങനൊന്നുമല്ല. ദൈവത്തിൻ്റെ സ്വഭാവമാണ് നിന്റെ കൂടെ വരിക എന്നുള്ളത്. ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ആമേ, നീ തെറ്റ് ചെയ്തിട്ടും നീ പാപത്തിൽ വീണിട്ടും എത്രയോ പ്രാവശ്യം പാപത്തിൽ വീണു. നമ്മളെല്ലാം വലിയ വിശുദ്ധന്മാരാണോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ആണോ? നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് കർത്താവ് പറഞ്ഞ പോലെ ഞാനും പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ. ഞാൻ പറയും, കർത്താവ് എത്ര പിഴവ് എൻ്റെ ജീവിതത്തിൽ വന്നു. ഇന്ന് രാവിലെ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് എത്ര പിഴവ് വന്നു, എത്ര മിസ്റ്റേക്ക് വന്നു, എത്ര വട്ടം വീണുപോയി കർത്താവേ, എന്നിട്ടും നീ എന്നെ സ്നേഹിച്ചില്ലയോ, എന്നിട്ടും നീ എന്നെ ചേർത്ത് പിടിച്ചില്ലയോ? അതാണ് നിന്റെ സ്നേഹം. ഞാൻ എത്ര വട്ടം വേണ്ട എന്ന് പറഞ്ഞ് മാറിപ്പോയപ്പോഴും എന്നെ വിട്ടുകൊടുക്കാതെ എന്നെ ചേർത്ത് പിടിച്ച ഒരു കർത്താവിന്റെ സ്നേഹം അനുഭവിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാവിലെ കരമടിച്ച് ദൈവത്തിന് ആമേൻ പറയും.
നിന്റെ ജീവിതം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്ക, അനുവദിച്ചു കൊടുക്ക. അടുത്തിരിക്കുന്ന അടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞ, ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് വിട്ടുകൊടുക്കുന്നതാണ്. പ്രൈസ് ലോർഡ്. വിട്ടുകൊടുക്കുന്നതാ ക്രിസ്ത്യ ജീവിതം. പത്രോസ് എന്തോ എൻ്റെ വിട്ടുകൊടുത്തേ? വല വിട്ടുകൊടുത്തു. മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടും വിട്ടുകൊടുത്തിട്ട് പറയാണ്, ഞാൻ നിന്നെ അനുഗമിക്കും. യേശു പറഞ്ഞു, നീ എന്നെ മനുഷ്യനെ പിടിക്കുന്നവനാകും. യു വിൽ ക്യാച്ച് മാൻ. നീ ഇനി മീനെ പിടിച്ച് മീനുമായിട്ട് ഇടപഴകിയത് മതി, നീ ഇനി മനുഷ്യനെ പിടിക്കും. നാമൻ ജാതികൾ നിന്റെ കരത്തിലൂടെ പിടിപ്പിക്കപ്പെടും. ഇനി നീ ഉപജീവനത്തിന്റെ പുറകിലൂടെ പോണ്ട, മത്സ്യബന്ധനത്തിന് പോയി ജീവിക്കണ്ട. ഇനി കടലിൽ ആഴക്കടലിൽ മീൻ പിടിക്കാൻ നീ പോണ്ട. ഗലീലയിലും ഗന്നരസത്തും നീ ഇനി പോണ്ട. നിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇനി എന്നെ സേവിക്കുക, എന്നെ അനുഗമിക്കുന്നതാണ് നിന്റെ ജോലി എന്ന് പറയുന്നത്. ഈ പടകും വലയും വിട്ട പത്രോസ്, ശിമോൻ തൻ്റെ ജോലിയെല്ലാം വിട്ടിട്ട് പിന്നെ യേശുവിൻ്റെ പുറകെ നടക്കുന്നത് പിന്നെ നമുക്ക് കാണുന്നത്. പിന്നെ എവിടെയും പടകും വല എടുത്തിട്ടില്ല. പിന്നെ കർത്താവ് സ്വർഗാരോഹണം ചെയ്ത ശേഷമാണ് പത്രോസും ശിഷ്യന്മാരുടെ പിന്മാറ്റം വന്നിട്ട് പിന്നെ മീൻ പിടിക്കാൻ പോയത്. പിന്നെ ഈ സമയത്തൊന്നും എന്ത് ചെയ്തിട്ടില്ല. അപ്പോസ്തല പ്രവർത്തികൾ പഠിച്ചു കഴിഞ്ഞാൽ പത്രോസ് വെച്ചാൽ മരണം വരെയും പത്രോസ് രക്തസാക്ഷിയായിട്ടാണ് മരിച്ച കർത്താവിന് വേണ്ടി. രക്തസാക്ഷിയാവുമായിരുന്നു. മരണം വരെയും ക്രിസ്തുവിനെ വിട്ടില്ല. പത്രോസിന് ഉള്ള സ്ഥലത്തിൽ പുറത്ത് തെട്ടി കുഴിയിലേക്ക് തെള്ളിയിടാൻ നോക്കിയിട്ടും ദൈവത്തെ തള്ളി പറഞ്ഞില്ല. കാരാഗ്രഹത്തിൻ്റെ അകത്ത് പിടിച്ചിട്ടിട്ടും യേശുവിനെ തള്ളി പറഞ്ഞില്ല. കാരണം അന്ന് പറഞ്ഞതാണ്, മനുഷ്യനെ പിടിക്കുന്നവനാകും, മീൻ പിടിച്ചതും മതി. ഇന്ന് രാവിലെ ആരോടെ കർത്താവ് പറയുക, വിശ്വസ്തയോടെ ജോലി ചെയ്താൽ ചില കാലം കഴിയുമ്പോൾ ജോലി കളഞ്ഞിട്ട് കർത്താവിൻ്റെ വേല ചെയ്യേണ്ടി വരും. ജോലി കളഞ്ഞിട്ട് കർത്താവിൻ്റെ വേല ചെയ്യേണ്ടി വരും. ജോലി ചെയ്തത് മതി, മാനുഷികമായ ജോലി ചെയ്തത് മതി. ഇനി നീ കർത്താവിൻ്റെ വേല ചെയ്യ്, ഇനി കർത്താവിൻ്റെ വേല ചെയ്യ്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ഈ ഭാഗം വായിച്ചപ്പം, നമ്മളൊക്കെ ഒരു ജോലി വിടുക എന്ന് പറയുമ്പോഴേ നമുക്ക് കരുതുന്നു ഏകദാവ് എൻ്റെ അമ്മായിമ്മയുടെ കാര്യം ആരും നോക്കും, എൻ്റെ ഭാര്യയുടെ കാര്യം ആരും നോക്കും, മക്കളുടെ കാര്യം ആരും നോക്കും. ഇതിനെക്കുറിച്ചൊക്കെ വല്ല സങ്കടം പത്രോസ് പറഞ്ഞു, ശിവൻ പറഞ്ഞു, എൻ്റെ അമ്മായിമ്മയുടെ കാര്യം, എൻ്റെ ഭാര്യയുടെ കാര്യം, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം കർത്താവ് എന്തായിത്തീരും എന്ന് പറഞ്ഞവൻ്റെ. ഞാൻ വേദപുസ്തകം പഠിച്ചതിൻ്റെ അകത്ത് പത്രോസിൻ്റെ വീട്ടുകാർ പട്ടിണി കിടന്ന് ഞാൻ വായിച്ചില്ല. ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ശീമോന്റെ വീട്ടിൽ സമൃദ്ധി വന്നു, സമൃദ്ധി വന്നു. ഇന്നലകളിൽ ജോലിക്ക് പോയിട്ടാണ് അനുഗ്രഹം വന്നെങ്കിൽ ജോലിക്ക് പോകാതെ തന്നുള്ള സമൃദ്ധി പത്രോസിന്റെ വീടിന്റെ അകത്ത്. ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ അതോടുകൂടെ സകലതും തരുന്നൊരു ദൈവം. പത്തനാപുരത്ത് ആരാധിക്കുന്നവരെ ദൈവദാസന്മാർ വരും, ചർച്ച വരാൻ പറയും, ആരാധിക്കാൻ പറയും. അതിൽ വിശ്വസ്തരാകാൻ പറ്റുമോ? വിശ്വസ്തരായിരിക്കാൻ പറ്റുമോ? അർച്ചന സിസ്റ്റർ വിശ്വസ്തയോടെ നിൽക്കാൻ പറ്റുമോ? അല്പം സമയം കഴിയട്ടെ, നിന്റെ സാഹചര്യം മാറും. അല്പം നാളുകൾ കഴിയുമ്പോൾ സാഹചര്യം മാറും. സാഹചര്യങ്ങൾ ഇപ്പോൾ വലിയ നമുക്ക് പറയത്തക്കവണ്ണം വലിയ സംവിധാനങ്ങളൊന്നും കാണത്തില്ല. പക്ഷെ ദൈവം പറയാ, അല്പകാലം കഴിയുമ്പോൾ നിന്റെ നിന്ദയുടെ കാലഘട്ടം മാറും, നിന്റെ പ്രയാസത്തിന്റെ കാലഘട്ടം മാറും. ദൈവം നിന്നെ ഉപയോഗിക്കുന്ന, നിന്നെ മാനിക്കുന്ന, ഫലപ്രദമായി കരത്തിലെടുക്കുന്ന ഒരു കാലഘട്ടം വരാൻ പോകുന്നതേ ഉള്ളൂ. 12-ാം അധ്യായം വായിക്കുമ്പോൾ 5-ാം അധ്യായം 12-ാമത്തെ വാക്യം, അവൻ ഒരു പട്ടണത്തിൽ ഇരിക്കുമ്പോൾ കുഷ്ഠം നിറഞ്ഞൊരു മനുഷ്യൻ യേശുവിനെ കണ്ടു കവിണ്ണു വീണു. കുഷ്ഠം നിറഞ്ഞൊരു മനുഷ്യൻ യേശുവിനെ കണ്ട് കമന്നു വീണു. നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത കുഷ്ഠം മാറണമെങ്കിൽ എന്താ അനുഗ്രഹം പ്രാപിക്കാത്തെന്നറിയോ?
നമ്മുടെ അകത്ത് എവിടോ കുഷ്ഠമുണ്ട്. പുറത്തതല്ല, അകത്ത കുഷ്ഠം. അകത്ത കുഷ്ഠം ഇന്ന് പകൽ മാറിയേ മനസ്സിലാകത്തുള്ളൂ. പുറത്ത് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ പഞ്ഞിയൊക്കെ വെച്ച് എന്ത് ചെയ്യാൻ, അകം ക്ലീൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ നേസല്ലേ, നെക്ക് എന്ത് ചെയ്യണം സിസ്റ്ററെ, നെക്ക് ക്ലീൻ ചെയ്താൽ മാത്രമേ അകം ക്ലീൻ ആകത്തുള്ളൂ. എന്നോട് കർത്താവ് പറയുക, നീ ദൈവസന്നിധിയിൽ നിന്റെ ഹൃദയത്തിൻ്റെ അകത്തുള്ള കുഷ്ഠം ഒന്ന് പകൽ വിടിവിക്കപ്പെടുക. അതിനെന്താ ചെയ്യേണ്ടത്? യേശുവിൻ്റെ കാലെ കമന്നു വീണം. ഈ കുഷ്ഠം എങ്ങനെ വന്നേ? പാപത്തിലൂടെ. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. അപ്പൊ ഈ കുഷ്ഠം വന്നെങ്ങനെ? പാപത്തിലൂടെ. കർത്താവേ, എന്നെ നീ സൗഖ്യമാക്കണമെന്നല്ലേ ചോദിക്കണ്ടേ? അതിന് പകരമായിട്ട് നിന്നെ ഈശ്വരൻ്റെ കാലേ വീണേ. ദാറ്റ് മീൻസ് അദ്ദേഹത്തിന് മനസ്സിലായി ഇത് പാപമാ, പാപത്തിലൂടെ വന്ന രോഗമാ. ഇതിന് സൗഖ്യത്തിനേക്കാൾ അപ്പുറമായി എന്താ വേണ്ടേ? എന്നെ ശുദ്ധമാക്കണം. സൗഖ്യമാക്കാൻ പറയുന്നില്ലായിരുന്നു കുറച്ചുകൂടെ എളുപ്പം? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? സൗഖ്യമാക്കണേ കർത്താവേ എന്ന് പറയുന്നില്ലായിരുന്നു എളുപ്പം? എന്തിനെ ശുദ്ധനാക്കണമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞാൻ അൺക്ലീൻ ആയിട്ടിരിക്കുക, എൻ്റെ മേലെ അഴുക്കുണ്ട്. രണ്ടാമത് ഈ മനുഷ്യൻ മനസ്സിലായി, യേശു ക്രിസ്തുവിന് മാത്രമേ ശുദ്ധനാക്കാൻ പറ്റത്തുള്ളൂ. യേശുവിന് മാത്രമേ പാപത്തെ പരിഹരിക്കാൻ പറ്റത്തുള്ളൂ. അതാ പറഞ്ഞത്, എന്നെ നീ ശുദ്ധനാക്കണം, എൻ്റെ ജീവിതത്തിൽ ഈ അഴുക്കിനെ നീ ഒന്ന് കഴുകിക്കളയണം. ഇന്ന് വരെ നമ്മളത് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എൻ്റെ ഭാഗ്യമായ ജീവിതത്തിൽ കർത്താവ് ഒത്തിരി അഴുക്ക്. ഈ അഴുക്കിനെ നീ ഒന്ന് കഴുകണേ കർത്താവ്. അത് 51 സംഘത്തിൽ ആയത് പറഞ്ഞു, ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകണം. നിർമ്മലമാകുന്നൊരു ഹൃദയം ദൈവം എനിക്ക് തരണം, സ്ഥിരമാകുന്നൊരു ആത്മാവിനെ എനിക്ക് തരണം. എന്നെ കർത്താവ് ഒന്ന് കഴുകണേ. ഇടയ്ക്ക് അത് പ്രാർത്ഥിക്കണം. ലോർഡ് മീ വാഷ് മീ, എന്നെ നീ ഒന്ന് കഴുകണേ കർത്താവേ. എത്ര പേര് അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്? ഓ, നിങ്ങളെല്ലാം എന്നെ കഴുകിയിരിക്കുവാണല്ലോ. ഒറ്റ കൈയാ പൊങ്ങിയത്, 2 കൈ. സ്തോത്രം. ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കും, ലോർഡ് മീ, എന്നെ കഴുകണേ കർത്താവേ, എന്നെ ഒന്ന് കഴുകണേ കർത്താവേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. നമുക്കറിയാം നമ്മൾ നീതിബോധത്തിലാണ് ജീവിക്കുന്നത്. ദൈവം നമ്മൾ നീതീകരിച്ചു. എങ്കിലും നമ്മുടെ മനസ്സാക്ഷിക്ക് കുത്തുവരാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് പറയണം, കർത്താവ് നീ എന്നെ ഒന്ന് എന്ത് ചെയ്യണം കർത്താവേ, നീ ഒന്ന് എന്നെ ശുദ്ധീകരിക്കണം. ഈ മനുഷ്യൻ യേശുവിൻ്റെ കാലം കൊണ്ട് പറയാം, എന്നെ ശുദ്ധനാക്കാം. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ഒന്ന് ശുദ്ധനാക്കണം. അവിടെ ആ ചോദ്യം കൊണ്ട്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ. കാരണം പല വൈദ്യന്മാരെ കൊണ്ട് കാണിച്ചിട്ടും ആർക്കും മനസ്സില്ലായിരുന്നു അത്രേ. ഡോക്ടർമാരെല്ലാം പറഞ്ഞത് നിന്റെ കുഷ്ഠം മാറത്തില്ല. അതാ സിസ്റ്റർ ചോദിച്ചത്, മനസ്സുണ്ടോ കർത്താവേ, നിനക്കെങ്കിലും മനസ്സുണ്ടോ എന്നെ ശുദ്ധനാക്കാൻ? യേശു പറഞ്ഞ മറുപടി ചെയ്യുന്ന, എനിക്ക് മനസ്സുണ്ട്. ഇന്ന് രാവിലെ യേശു പറയാം, മനസ്സുണ്ട്. നിന്നെ വിടുവിക്കാൻ കർത്താവിന് മനസ്സുണ്ട്. നിന്റെ ഹൃദയത്തിലെ കുഷ്ഠത്തെ മാറ്റാൻ കർത്താവിന് മനസ്സുണ്ട്. നിന്റെ പാപം പോക്കി നിന്നെ ശുദ്ധീകരിക്കാൻ കർത്താവിന് മനസ്സുണ്ട്. സ്വോത്ര. എങ്ങനെ കുഷ്ഠം നമ്മുടെ മേൽ വരുന്നത്? പഴയ നിയമ പുസ്തകത്തിൽ ഒത്തിരി തെളിവുകളുണ്ട്. അതിലൊക്കെ പോകാൻ ഇപ്പോൾ സമയമില്ല, അടുത്ത ആഴ്ച ആകട്ടെ. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കുഷ്ഠത്തെക്കുറിച്ച് ഞാൻ പറയാം. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കുഷ്ഠങ്ങൾ വരിക, നമ്മുടെ സംസാരത്തിലൂടെ കുഷ്ഠം വരും. നമ്മൾ കേൾക്കുന്ന കാര്യത്തിലൂടെ ഒരുപാട് നമ്മൾ നെഗറ്റീവ് കേൾക്കുവാണെങ്കിൽ എന്ത് വരിക, ഒരാളുടെ കുറ്റം മാത്രമാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ നമ്മളിൽ കുഷ്ഠം വരും. കുറ്റം പറയാൻ മാത്രമാണ് വാ തുറക്കുന്നത്, കുഷ്ഠം വരും. ദൈവഹിതമല്ലാത്തവരുടെ കൂടെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുഷ്ഠം വരും. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കർത്താവിനോട് പറയണം, കർത്താവേ, നിനക്ക് മനസ്സുണ്ടോ എന്നെ ശുദ്ധനാക്കാൻ? ഇന്ന് രാവിലെ ദൂതിങ്ങനെ പറഞ്ഞ് നിർത്തുക കേട്ടോ. കർത്താവ് എന്തോ നമ്മുടെ ഇടയിൽ ഒരു കഴുകൽ ആഗ്രഹിക്കുന്നു. ഹലോ, സ്തോത്രം. എന്തിനാ വെള്ളം ഇടാൻ പറയുന്നത്? വെള്ള വസ്ത്രത്തിൻ്റെ പ്രത്യേകത എന്താ? ഈ വെള്ളയ്ക്കകത്ത് അഴുക്ക് വീണാൽ പെട്ടെന്ന് എന്ത് ചെയ്യുക? വേഗം എന്നറിയാം. പക്ഷെ മറ്റ് കളർ വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ അഴുക്ക് പറ്റിയാൽ
അതാ വെളിപ്പാട് പുസ്തകം, നിങ്ങൾ സുപ്രവസ്ത്രധാരികളായിട്ടാണ് നിങ്ങൾ സിയോനിലേക്ക് ഉയർത്തെഴുന്നേൽക്കപ്പെടും. സുപ്രവസ്ത്രധാരികളായിട്ടാണ് കാഹളം ഊതുമ്പോൾ നമ്മൾ രൂപാന്തരം പ്രാപിച്ച ശരീരം. പറഞ്ഞേ, രൂപാന്തരം പ്രാപിച്ച, ആ രൂപാന്തരം പ്രാപിച്ച ശരീരം ഏതാ പറ? ശുപ്രവസ്ത്രം. വെള്ളയെ കാണിക്കുന്നത് എന്താ? വിശുദ്ധിയെ കാണിക്കുന്നേ. അപ്പോൾ നമ്മുടെ വെള്ള വസ്ത്രത്തിൽ അഴുക്ക് പറ്റിയാൽ നമുക്കറിയാം എന്നതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കുഷ്ഠം പറ്റിയാൽ നാം തിരിച്ചറിയണം, അതിനെ കഴുകിക്കളയണം. പ്രൈസ് ദി ലോർഡ്. യേശു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്. വായിച്ചേ ആൻറ്റി, വായിച്ചേ. യേശു കൈ നീട്ടി അവനെ തൊട്ടു. യേശു കൈ നീട്ടി തൊട്ടു. അവിടെയും 4-ാം അധ്യായത്തിൽ പത്രോസിൻ്റെ അമ്മായിമ്മയ്ക്ക് ജരവും പനിയും പിടിച്ച് കിടക്കുമ്പോൾ യേശു കൈ നീട്ടിയില്ല. എന്നുവെച്ചാൽ യേശു ശാസിച്ചതേ ഉള്ളൂ. ശാസിച്ചപ്പോൾ തന്നെ പനി മാറിപ്പോയി. ഇവിടെ കുഷ്ഠരോഗിയുടെ മേൽ കർത്താവ് കൈ വെച്ചു. കർത്താവ് ഭയങ്കര സാധനമല്ലേ, സാഹചര്യത്തിനനുസരിച്ച് നിൽക്കാൻ കർത്താവിന് അറിയാം. സ്വതന്ത്രം പറഞ്ഞേ, കോംപ്ലിക്കേഷനായ വിഷയമെല്ലാം കർത്താവ് കയറി പിടിക്കും. അത് നമ്മുടെ ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ്. കോംപ്ലിക്കേഷനായ വിഷയത്തിലെല്ലാം കയറി കൈ വെക്കും. ചില പറയാം എല്ലാത്തിലും കയറി കൈ വെക്കരുത്. കർത്താവ് അങ്ങനെ എല്ലാത്തിലും കയറി കൈ വെക്കും. ഡോക്ടർമാരോ വൈദ്യന്മാരോ ഗലീലയുള്ളവരെല്ലാവരും ഇവനെ കല്ലെറിഞ്ഞ് കൊല്ലാൻ നിൽക്കുക, കുഷ്ഠമായതുകൊണ്ട്. തൊടാൻ പോയിട്ട് അവൻ്റെ അടുത്ത് പോലും വരാൻ ആരും, ഇളുമ്പോ നമ്മുടെ ഭാഷ പറഞ്ഞ, കർത്താവിന് ഒരു ഇളുമ്പുമില്ല. കർത്താവ് എന്ത് ചെയ്തു? അവനെ തൊട്ടു, അവൻ്റെ കുഷ്ഠത്തിൽ കൈവച്ചു. നമ്മുടെയൊക്കെ പാവത്തിൽ കർത്താവ് കൈവച്ചില്ലയോ? നമ്മുടെയൊക്കെ ഭൂതകാലം എത്ര അഴുക്കായിരുന്നു, എത്ര അഴുക്കായിരുന്നു നമ്മുടെ പഴയ ജീവിതം. അവിടോട്ട് കർത്താവ് ഇറങ്ങി വന്നില്ലയോ? ആ ദുർഗന്ധം നടന്ന ജീവിതത്തിലോട്ട് കർത്താവ് ഇറങ്ങി വന്നില്ലയോ? നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിയിൽ നിന്നും അവൻ നമ്മളെ കയറ്റിയില്ലയോ? നമ്മുടെ കാലുകളെ അവൻ സ്ഥിരമാക്കിയില്ലയോ? ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പഴയകാല ജീവിതത്തെക്കുറിച്ച് ഓർക്കണം. എത്ര ദൈനികമായിരുന്നു, എത്ര മോശപ്പെട്ട ജീവിതമായിരുന്നു. ആ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നില്ലയോ കർത്താവ്? അവിടേക്ക് കർത്താവിന്റെ കൈ തന്നില്ലയോ? ഓഹോ, പക്ഷേ നമുക്ക് കർത്താവ് കൈ തരുന്ന സമയത്തെ നമ്മളിൽ മൊത്തം എന്ത് സിസ്റ്ററെ, ചെളിയില്ലായിരുന്നോ? നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നമ്മൾ എവിടെ കിടന്നേ? ചേറിൻ്റെ അകത്ത്. ആ ചേറിൻ്റെ അകത്ത് കിടന്നപ്പം എൻ്റെ കൈ അഴുക്കാകുന്നെങ്കിൽ അഴുക്കാകട്ടെ, കുഴപ്പമില്ല. ആ കൈ വന്ന് നമ്മളെ പിടിച്ച് ചേറ്റിൽ നിന്ന് കയറ്റി ഒരു സ്നേഹം. നീ അത് മറന്നു പോകരുത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ കൈ അഴുക്കാകുന്നെങ്കിലും വേണ്ടിയില്ല, എനിക്ക് അവനെ ശുദ്ധനാക്കണം. ഒരുപക്ഷെ ഞാൻ കൈ വച്ചതിന് ശേഷം എൻ്റെ അടുത്ത് ഇനി ആരും വന്ന് ഫുഡ് കഴിക്കാൻ വരുന്നില്ലായിരിക്കാം. ഞാൻ ഇനി കൈ വച്ചതിന് ശേഷം ഈ പരീക്ഷന്മാരെ, എൻ്റെ കൂടെ വരുന്ന ശിഷ്യന്മാർ പോലും എൻ്റെ കൂടെ, കാരണം ഞാൻ കുഷ്ഠത്തിൽ കൈ വെച്ചിരിക്കൂല, ഇനി എൻ്റെ കൂടെ എന്ത് ചെയ്തില്ല, വരുത്തില്ല. എങ്കിലും വേണ്ടിയില്ല, എനിക്ക് ശുദ്ധനാക്കണം. എങ്കിലും വേണ്ടി എനിക്ക് ശുദ്ധനാക്കണം. ഇത് പറഞ്ഞുകൊണ്ടില്ലേ പ്രിയപ്പെട്ടവരെ, കന്യകയാകുന്ന മറിയത്തിൽ പരിശുദ്ധാത്മാവിൽ ഗർഭം ധരിച്ച് അവൻ യേശു നസ്രയത്തിൽ ജനിച്ച് നമ്മുടെ പാപത്തിന് വേണ്ടി ജീവിച്ച് മരിച്ച് ക്രൂശിക്കപ്പെട്ടത്. അതാ മുടിയനായ പുത്രന്റെ ഉപമ പറയുന്നത്. അവനുള്ള വസ്തുവകകളെല്ലാം വിറ്റ് ദൂർത്ത് 4 വിധമാക്കി. വയലിൽ ജോലി ചെയ്യുക, വയലിൽ ജോലി ചെയ്യുക. സമ്പന്നമായ ഭവനത്തിൽ ജീവിച്ചതാ. ദേഹം മൊത്തം അഴക്കായി. വാളവഴയെങ്കിലും കഴിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് അതുപോലും കഴിക്കാനൊന്നില്ല. അപ്പോഴാണ് വീട്ടിലുള്ളവരുടെ കൂലിക്കാർ തിന്ന് കഴിക്കുന്ന ആഹാരത്തെക്കുറിച്ച് ഓർത്ത് അപബോധം വന്നത്. പെട്ടെന്ന് ഹൃദയത്തിലൊരു തീരുമാനം, തിരിച്ച് എൻ്റെ ഭവനത്തിലോട്ടൊന്ന് പോയാലോ? ആ ഇട്ടിരിക്കുന്ന വസ്ത്രത്തോടു കൂടെ, ചെളി പരണ്ട രൂപത്തോടു കൂടെ തന്നെ വീട്ടിലോട്ട് പോവുക. വീട്ടിലോട്ട് ചെന്നപ്പം വഴിയരികിൽ എൻ്റെ ഭാഷ എൻ്റെ ഭാവന ഒരു കസാരയൊക്കെ ഇട്ട് തൻ്റെ അപ്പൻ തൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുക. ദൂരെ നോക്കിയപ്പോൾ തൻ്റെ അപ്പൻ അവിടെ ഇരിക്കുന്നത് കണ്ടു.
അപ്പൻ്റെ അടുത്ത് ചെന്ന പക്ഷെ ആ ചെളിക്കകത്തുനിന്നാണ് വന്നേ. കുളിച്ചിട്ട് ദിവസങ്ങളായി കാണും. കെട്ടിപ്പിടിച്ചെന്നാ പറയാൻ പറഞ്ഞില്ലേ, കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. അവൻ എവിടൊക്കെ പോയതാ, ഏതെല്ലാം സാഹചര്യത്തിലൂടെ ഇടപഴകിയിട്ടാ വരുന്നേ, എങ്കിലും വേണ്ടിയില്ല എൻ്റെ മകനില്ലയോ, അവൻ്റെ അഴുക്ക് എൻ്റെ ദേഹത്ത് പറ്റിയാലും വേണ്ടിയില്ല, അത് എൻ്റെ മകനാ. രാവിലെ അവരുടെ കർത്താവ് പറയുക, നീ എൻ്റെ മകളാ, എൻ്റെ മകനാ. നീ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിനക്ക് കൈതരാൻ, നിന്നെ ചുംബിക്കുവാൻ, നിന്നെ മാറോട് ചേർത്ത് നിർത്തുവാൻ എൻ്റെ കർത്താവ് ഇന്ന് പകൽ തയ്യാറായിരിക്കുകയാണ്.